ഇനി അന്നെടുത്തൊരു വീഡിയോ ആണിത്. പുതിയ ബൈക്കില്ലേ? ഹായ് ഹലോ, ദിസ് ഇസ് മീഗ ഹിയർ. സോ ഇത് നമ്മളുടെ ചെറിയ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. സോ ഇന്ന് ഐവിയുടെ ബർത്ത്ഡേ ആണ്. എൻ്റെ ലാസ്റ്റ് 2 വീഡിയോസ് കണ്ടാൽ മനസ്സിലാകും ഹൗ മച്ച് ഐവി മീൻസ് ടു മീ ആൻഡ് മൈ ഫാമിലി. എത്ര അവൾ നമുക്ക് ഇമ്പോർട്ടൻ്റ്. എൻ്റെ റീസെൻറ്റ് ഇൻസ്റ്റഗ്രാം റീൽ കണ്ടാലും യു വിൽ ഗെറ്റ് എൻ ഐഡിയ ഓഫ് ഹൗ മച്ച് ഷീ മീൻസ് ടു മീ ആൻഡ് മൈ ഫാമിലി. And that video is really close to my heart. So yeah, do check it out. I'll pin it here. ഈ വ്ളോഗ് ഞാൻ ഐവിയുടെ ബർത്ത്ഡേയുടെ തലേന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തതാണ്. സോ യാ, ഐ ജസ്റ്റ് ലവ് ദ വേ ഷീ ഈസ് വാക്കിംഗ് ഹിയർ. സോ ക്യൂട്ട്. സോ യാ, ലെറ്റ്സ് ഗോ വാച്ച് ദ വ്ളോഗ്. ഇപ്പത്തെ പുതിയ ബൈക്കില്ലേ? ഐവിനെ കുളിപ്പിച്ചിട്ട് സെറ്റാക്കി അവിടെ ഇരുത്തിയിട്ടുണ്ട്. സോ അവൾക്ക് നല്ല വിശക്കുന്നുണ്ട്. സോ നമ്മളത് പറഞ്ഞ് ചിരിക്കുമായിരുന്നു. അവൾ വേഗം വേഗം കഴിക്കുന്നുണ്ടല്ലോ. സോ അവൾക്ക് ക്ഷമയില്ല ബേസിക്കലി. Happy birthday, baby! Hi! I love you! Say, are you happy? Yes. Stay with me. ആസ് യു ക്യാൻ സീ, ഡോഗി അമ്മേനെ എന്നെ മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പാവം. ഫസ്റ്റ് ടൈമാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈസ് വെരി സ്വീറ്റ് ആക്ച്വലി. പിന്നെ ഇത് നമ്മളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്പലമാണ്. ആ ദിവസം നമ്മളൊരു 3 അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഐവിക്ക് ഗിഫ്റ്റെല്ലാം കൊടുക്കണ്ടേ. സോ ഐവിക്ക് സർപ്രൈസ് ആയിട്ട് ടോയ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടുപേരും അമ്പലത്തിൽ പോയിട്ട് അങ്ങനെ മോളിൽ പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. സോ മിനിസോന്നാണ് നമ്മൾ വാങ്ങാൻ പോകുന്നത്. നമ്മൾ കുറേ വർഷം തൊട്ട് വരുന്ന ഒരു അമ്പലമാണ് സായിബാബ ടെമ്പിൾ. നമ്മൾ മല്ലേശ്വരത്തിൽ എപ്പെല്ലാം വരുമോ അപ്പെല്ലാം ഡെഫിനറ്റ്ലി നമ്മൾ സായിബാബ ടെമ്പിളിൽ വരും. ആൻഡ് തേഴ്സ്ഡേയ്സ് ആണ് മെയിൻലി നമ്മൾ ഇവിടെ വരാറ്. സോ യാ, ബാബയുടെ അമ്പലത്തിൽ നിന്ന് നമ്മൾ കുറച്ച് മുന്നോട്ട് വന്നാൽ ഈ ഒരു അമ്പലം കാണും. ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്നാണ് നമുക്ക് അങ്ങോട്ട് പോകാനുള്ള ഒരു വേ ഉള്ളത്. സോ ഈ സ്റ്റെയർസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ആ സൈഡ് പോകുമ്പോൾ ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. എന്ത് പോസിറ്റീവ് വൈബ് അറിയോ. ഫുൾ അമ്പലങ്ങളാണ്. ആസ് യു ക്യാൻ സീ ഫുൾ അമ്പലങ്ങൾ. നമ്മളിവിടെ എല്ലാം പോയിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ പോണത് ഇതൊരു 400+ ഇയേഴ്സ് ഓൾഡ് ടെമ്പിളാണ്. നമ്മൾ ശിവരാത്രിയുടെ മുമ്പ് ഇവിടെ വരണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിവിടെ വന്നത്. ശിവരാത്രിയുടെ ഒരു സമയമായതുകൊണ്ട് തന്നെയാണ് ഒരു കുറച്ച് കഴിഞ്ഞിട്ടാണ് അവർ ആ കേർട്ടൻ ഓപ്പൺ ചെയ്തത് തന്നെ. ആ ഒരു മൊമെൻറ്റ് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ഞാൻ മറന്നുപോയി. ബിക്കോസ് ഞാൻ യൂഷ്വലി അമ്പലത്തിൽ അങ്ങനെ ഫിലിം ചെയ്യാറില്ല. പക്ഷേ ഇറ്റ് ഈസ് കൈൻഡ് ഓഫ് അലൗഡ്. സോ ദാറ്റ് ഈസ് വൈ ഐ വാസ് ഫിലിമിങ്. പക്ഷേ ഞാൻ നല്ല നെർവസ് ആയിരുന്നു. ഞാൻ 2 ഇയേഴ്സ് മുമ്പെയാണ് ഈ ടെമ്പിളിനെ പറ്റി അറിഞ്ഞത്. ഇതൊരു 400 ഇയേഴ്സ് ഓൾഡ് ടെമ്പിളാണെന്ന്. ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് 2 ഇയേഴ്സ് മുമ്പ് ഞാൻ ക്യാപ്ചർ ചെയ്ത ഒരു വീഡിയോ ആണ്. ഞാൻ ആദ്യമായിട്ട് ഈ അമ്പലത്തിൽ വന്നപ്പോൾ ക്യാപ്ചർ ചെയ്ത ഒരു വീഡിയോ ആണിത്. ഇതൊരു മോർണിംഗ് വ്യൂ ഓഫ് ദ ടെമ്പിളാണ്. ആ വെള്ളത്തിൽ മൊത്തം ക്യൂട്ട്. ഫസ്റ്റ് ടൈം വന്ന പോലെ ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടായിരുന്നില്ല. മുമ്പ് എപ്പോഴും വന്ന പോലെ തോന്നി. ഗോട്ട് ഇമോഷണൽ ബട്ട് ഫെൽറ്റ് ഗുഡ്. ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ് ഫീലിംഗ്. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആദ്യമായിട്ട് ഈ അമ്പലത്തിൽ പോയപ്പോൾ. ആൻഡ് ഓൾസോ അവിടെ ഇങ്ങനെ കുറേ നേരം നമുക്ക് ഇരിക്കാൻ തോന്നുന്ന ഒരു സമാധാനം കിട്ടും. ഡെഫിനറ്റ്ലി നിങ്ങൾ ബാംഗ്ലൂർ വരികയാണെങ്കിൽ ഈ ടെമ്പിൾ വിസിറ്റ് ചെയ്യണം. ഇറ്റ്സ് ഇൻ മല്ലേശ്വരം. അച്ഛൻ്റെ കൂടെ വന്ന ഒരു ഓർമ്മയുണ്ട് നമുക്ക് ഈ ടെമ്പിളിൽ. ബിക്കോസ് ഈ ടെമ്പിൾ നമ്മൾ ആദ്യമായിട്ട് കണ്ടപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ വന്ന പോലെ തോന്നി. ഇനി അന്നെടുത്ത ഒരു വീഡിയോ ആണിത്. ഞാൻ പറഞ്ഞില്ലേ, ശിവരാത്രി സമയം ആയതുകൊണ്ട് തന്നെ ഫുൾ ലൈറ്റിങ്സ് ആൻഡ് ഓൾ ഓഫ് ദാറ്റ്. ഇറ്റ്സ് റിയലി നൈസ് ആക്ച്വലി. നമ്മൾ ഈ ന്യൂ ഇയറിന് തീരുമാനിച്ച ഒരു കാര്യമായിരുന്നു ഈ വർഷം തൊട്ടെങ്കിലും നമ്മൾ പുറത്ത് കൂടുതൽ പോകണമെന്ന്. ബിക്കോസ് നമ്മൾ പോകും കേട്ടോ, പക്ഷെ അങ്ങനെയും നമ്മൾ പുറത്ത് പോവാറില്ല. ബട്ട് എനിവേ നമ്മൾ പുറത്ത് പോകണോണ്ടാണ് കേട്ടോ എനിക്ക് ഇത്രയെല്ലാം ക്യാപ്ചർ ചെയ്യാൻ പറ്റണതും ഞാനിതെല്ലാം വീഡിയോയിൽ ആഡ് ചെയ്യണതും. ബിക്കോസ് ഞാൻ ഒരിക്കലും ഇത് വിചാരിച്ചില്ല. ഞാൻ അത് നല്ല എനിക്ക് ഒരു സങ്കടമുള്ള കാര്യമായിരുന്നു ഞാൻ എന്ത് വ്ളോഗ് ചെയ്യുമെന്ന്. ബട്ട് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ നൗ. എനിക്ക് പുറത്ത് വീഡിയോ എടുക്കാൻ ഭയങ്കര പേടിയാണ്, ഭയങ്കര നെർവസാണ്. ഐ എം ട്രൈങ് ടു ഓവർകം ദാറ്റ്. ലെറ്റ്സ് സീ. ഐവി നമ്മൾ വരാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് വീട്ടിൽ. നമ്മളും ഭയങ്കര എക്സൈറ്റഡ് ആണ് ബിക്കോസ് ഇറ്റ്സ് എ ബർത്ത്ഡേ ഗിഫ്റ്റ് ആൻഡ് ഓൾസോ ഷീ ലവ്സ് ടോയ്സ്. പിന്നെ എൻ്റെ അനിയത്തി കുറച്ച് കംഫർട്ടബിളായി വരുന്നേ ഉള്ളൂ ക്യാമറയുടെ മുന്നിൽ. സോ ഇറ്റ് വിൽ ടേക്ക് സം ടൈം ടോ. ഹാപ്പി ബർത്ത്ഡേ.